Praise the Lord. A very good morning to you all. Are you all happy? We are entering into a new month where God bless everyone with a wonderful supernatural. God is going to do marvelous wonders in this month. If you believe, say amen to this. Hallelujah. In the midst of your uncertainties, you might be thinking, oh, what future holds for me, my family, and the health in the career. Hallelujah. പക്ഷെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. That is, He will be with us. He will be our God. And we shall be His people. Hallelujah. So, let us first worship the Lord, and you're going to be blessed by this message. It will be a very, very short message. Okay? So first let us worship the Lord. Hallelujah. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വർണ്ണിച്ചിടാൻ എനിക്കെന്നെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ, വല്ലഭാദിൻ സ്നേഹമെന്നിൽ ഊറ്റിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് ആരോഗ്യം തന്നു. ഹല്ലേലൂയ. എന്താ പറയുക, ഹി ഗേവ് us his life. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തേക്ക് ആ കൃപാസനത്തോളം ഏത് സമയവും ചെന്ന് ചേരാൻ നമുക്ക് കൃപ ലഭിച്ചു. ശ്വസിക്കാൻ കൃപ തന്നു. ഇന്ന് രാവിലെ എഴുന്നേക്കാൻ കൃപ തന്നു. We could able to see this April 1st, hallelujah, 2024 with abundant God's grace and favor. Hallelujah. Praise the Lord. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തത് കൊണ്ടല്ലേ ദൈവമക്കളെ നമുക്ക് ഇന്ന് ഇത്ര വലിയ പ്രാഗൽഭ്യം ലഭിച്ചത്. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ സ്തുതിപ്പാനായിട്ട്. ഹല്ലേലൂയ. നമ്മുടെ നാവ് കൊണ്ട് വർണ്ണിച്ചാൽ തീരുമോ കർത്താവിൻ്റെ കാര്യങ്ങൾ? ഹല്ലേലൂയ. എണ്ണി തീർത്താൽ മതിയാകുമോ? ഹല്ലേലൂയ. ആയിരം സ്തുതി സ്തോത്രങ്ങളാൽ അല്ലാതെ നമുക്കൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. റീഖാലാവ. എത്രയോ എന്താ പറയുക, നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു. ഏതെല്ലാം രോഗത്തിൽ നിന്ന് കർത്താവ് He gave us the divine healing. Hallelujah. Healing, divine deliverance, divine healing He gave us. Divine protection He gave us. Hallelujah. നാശഗർത്തത്തിൽ കിടക്കേണ്ട നമ്മളെ, ഹാലലൂയ,
നമ്മളെ സ്നേഹിച്ചു, കൈനീട്ടി നമ്മളെ രക്ഷിച്ചു. തൻ്റെ മാറോടണച്ച കർത്താവാണ് നമ്മൾ ഈ പ്രഭാതത്തെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. ഓ രക്ഷകനായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന യേശു കർത്താവ്, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അത് സമീപമാണ്. ഇനി അധികം നാളില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അല്ലൽ തിങ്ങും ഈ ജീവിതത്തിൽ, ഹല്ലേലൂയ, വല്ലഭനെ മറന്ന് നമ്മൾ ജീവിക്കരുത്. പ്രതികൂലങ്ങൾ വരും, അത് കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷേ കർത്താവിനോടുള്ള സ്നേഹം, കർത്താവ് നമ്മളോട് പറഞ്ഞത് കൽപ്പനകൾ അനുസരിക്കുവാൻ, കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കുവാൻ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ജീവിച്ച് കുറേ നാൾ അങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഐ വേസ്റ്റഡ് മൈ ടൈം. ഹല്ലേലൂയ. എൻ്റെ സമയം, ഹല്ലേലൂയ, ഞാൻ വെറുതെ ആവശ്യമില്ലാതെ കരഞ്ഞ് എൻ്റെ ജീവിതം തീർത്തു. അതൊക്കെ എനിമിയുടെ ഒരു ടാക്ടിക്സാണ്, നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയാൻ. അതുകൊണ്ട് കിട്ടണ സമയം കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക, കർത്താവിന് ചെയ്യാൻ കഴിയുന്ന ഒക്കെ നമ്മൾ ചെയ്യുക. ഹല്ലേലൂയ. സോ നമുക്കൊരു നിമിഷം പ്രാർത്ഥന. പരിശുദ്ധ പിതാവേ, താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ April month. You are going to bless us. You are going to do marvelous things in our lives this month. Oria Siantara, Riko Shiantara, we love you, Daddy, and you love us more than we love you. Halabashantare. You have given us a wonderful promise. So from the beginning to the end, take the Holy Spirit control throughout this hallelujah prayer. It will be a short message, Daddy. Keep your grace to hallelujah share this word to people, Daddy. Hallelujah. അടിയങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിപ്പിക്കട്ടെ. സ്തോത്രം. സാലവും ഞങ്ങൾക്ക് വെടിച്ചും വെച്ച് ക്രിസ്തുവിൻ്റെ അതിവിഷ്ണാം തന്നെ. ആമേൻ, ആമേൻ. So God has given us a wonderful promise for this month, that is from Leviticus 26:12, that says like this. I will walk among you, I will be your God, and you will be my people. ഈ ഒരു വചനം നമ്മൾ എത്ര സ്ഥലത്ത് കേട്ടിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. അതെ, കർത്താവ് നമ്മളോട് പറയുക, you belong to me, my child. Hallelujah. This month you can experience God's presence in your life. God is going to walk with you. Hallelujah. വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പല്ലേ ദൈവമക്കളെ? That makes us move forward. അല്ലേ? Hallelujah. നമുക്കറിയാം, when Jesus walked, when he was in this world, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ he walked with people who were labeled as sinners. അല്ലേ? പാപികളുടെ കൂടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് എന്തെല്ലാം കുറ്റങ്ങൾ ഈ പരീക്ഷന്മാരൊക്കെ പറഞ്ഞു അല്ലേ? അവൻ പാപികളോട് കൂടെ പോയിരുന്ന ആഹാരം കഴിക്കുന്നു, പാപികളോട് കൂടെ നടക്കണോ. കർത്താവ് പാപികളെ രക്ഷിക്കാൻ തന്നെ ഈ ഭൂമിയിൽ വന്നത്. If you are saying that you are not a sinner, it's a big lie. That's from enemy. Hallelujah. Enemy is telling you that you are not a sinner. All the people that you are born in this world is a sinner. And Jesus came to this world to, hallelujah, redeem those sinners, to save those sinners from their sin and transform them to the kingdom of God. Hallelujah. Harabasandare Rikora Siandara Arabashantere Rika Baba Santara. Hallelujah. So എന്താ പറയുക, അവർ ആക്ച്വലി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കറിയാം, ഒരാളോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ അവർ പറയുന്ന എക്സ്ക്യൂസസ് നമ്മൾ കുറേ കേട്ടിട്ടുള്ളവരാണ് അല്ലേ? അവരുടെ ഹാർട്ട്സ് എന്താ പറയുക, അവർക്ക് ഭയങ്കര ഗിൽട്ടി ഫീലിംഗ് അവരുടെ ഉള്ളത്തിലുണ്ട്. എന്നാലും അവരുടെ ട്രഡീഷനും അവരുടെ കാര്യങ്ങളും വിട്ടു വരാൻ അവർക്ക് ഭയങ്കര പാടാണ്. ഹല്ലേലൂയ. കാരണം എന്താ? ശത്രുവരുടെ ഹൃദയം കുരുടാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഓറിഖാലബസത്തറ. ജീസസ് ഡിക്ലെയർഡ്, കർത്താവ് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഐ ഹാവ് കം ടു വാക്ക് അമംഗ് ദ സിന്നേഴ്സ്, ഐ ഹാവ് കം നോട്ട് ടു കോൾ ദ റൈറ്റേഴ്സ് ബട്ട് സിന്നേഴ്സ്. അല്ലേ? കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞേ? പാപികളെ തേടിയാണ് വന്നത്, നീതിമാന്മാരെ തേടിയല്ല വന്നത്.
ഹല്ലേലൂയ. റിഖാബാസ്യാന്തര. പാപികളെ സൗഖ്യമാക്കുന്നത്, കുരുടന്മാരെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. കിങ്ഡത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ എല്ലാവരും എൻ്റെ യേശു കർത്താവിനെ അഗൻസ്റ്റായി. ഹല്ലേലൂയ. നമുക്കറിയാം ലൂക്കോസ് വിശേഷം 24 അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാനതിൻ്റെ വാക്യം വായിക്കാം. ലൂക്കോസ് 24:13-15. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. കണ്ടോ, എൻ്റെ കർത്താവ് ഇതുപോലെ നമ്മളോട് കൂടെ നടക്കാൻ പോവുക. ആർ യു ഹാപ്പി? കർത്താവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ നടക്കും. വിൽ ബി ദെയർ വിത്ത് അസ്. പിന്നെ നമുക്ക് എന്താ, നമ്മൾ പോണ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ വിൽ ബി വിക്ടോറിയസ് അല്ലേ മക്കളെ? ഹല്ലേലൂയ. ഓരാസ്യാന്തര അറബിശന്തരോ റിഖറബസന്തരേ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് മാത്രം ഹല്ലേലൂയ കർത്താവ് നമ്മുടെ കൂടെ എല്ലാം നടന്നു. പക്ഷെ കർത്താവിനോട് നടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ധാരവശന്തരേ റിഖോറബസന്തര. നിങ്ങളൊരു പക്ഷേ പറയുമായിരിക്കും, എൻ്റെ ജോബ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഷാറ്റേർഡാണ്. ഈ ദിവസങ്ങൾ വരുന്ന പ്രയർ റിക്വസ്റ്റുകളെല്ലാം അങ്ങനത്തതാണ്. ഹല്ലേലൂയ. ഫാമിലി പ്രോബ്ലംസാണ്. ഹല്ലേലൂയ. എൻ്റെ ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന. ഹല്ലേലൂയ. ഓറബസന്തര. പക്ഷെ കർത്താവ് പറയുക, പിന്നെ അനേകർ അവരുടെ ലൗഡ് വൺസ് നഷ്ടപ്പെട്ട് അങ്ങനെ ഭാരത്തിലിരിക്കുന്നവരുണ്ട്. സോ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സോറോഫുൾ ജേർണി Jesus himself approached and walked alongside these disciples. അതുപോലെ കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? കർത്താവ് എപ്രകാരം അവരോടൊപ്പം ചേർന്ന് നടന്നു, അതുപോലെ നമ്മളോട് കൂടെ നടക്കാൻ പോവുക. നമ്മുടെ സോറോസിൽ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് ഇന്ന് നമ്മളോട് കൂടെ നടക്കാൻ പോവുക. ഹല്ലേലൂയ. ഓറി ബാസ്യാന്തരാരബശന്തരേ റിഖാരാലബശന്തരേ റിഖാരബസന്തരേ. ഓറി ബാസ്യ. Jesus is not dead. He died and rose again on the third day and is alive to walk with you and turn your sorrow into joy. He is present with you now. ദൈവമക്കളെ, നിങ്ങൾക്ക് hallelujah, are you feeling the presence of God now? Hallelujah. He is going to lift you from your sorrow. Hallelujah. Rikalaba shantara riko rasindare rikaraba shantara. Just as Jesus walked with his disciples. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഡിസൈപ്പിൾസ് യേശു കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ അവർ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് അത്ര ഡീപ്പായിട്ടൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. കർത്താവിനോട് നമ്മൾ ഒരുപാട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ട്രൂത്ത് അതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടണേ അല്ലേ? പക്ഷേ ഈ ഡിസൈപ്പിൾസിന് കിട്ടിയ ഒരു ഭാഗ്യം ഞാൻ ആലോചിക്കുകയാണ്. അവർക്ക് എപ്പോഴും യേശു കർത്താവിനൂടെ നടക്കാൻ കഴിഞ്ഞു. ഹി വാസ് വാക്കിംഗ് ക്ലോസ് വിത്ത് ഹിസ് ഡിസൈപ്പിൾസ്. അവരുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും അവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് പോലും ആ ക്രൂശീകരണ സമയത്തും എൻ്റെ കർത്താവിൻ്റെ അവസാനത്തെ സമയത്ത് അവർക്ക് എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി? ഫുൾഫില്ലിങ് ഓഫ് ദ പ്രോഫസീസ് ഒക്കെ ആയിക്കോട്ടെ, എങ്ങനെ കഴിയണേ? ഹല്ലേലൂയ. റബസന്തര. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, കർത്താവേ ഹല്ലേലൂയ, എപ്പോഴും കർത്താവ് നമ്മളോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന, കർത്താവ് നമ്മളെ എപ്പോഴും ലീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്ര നല്ലത്. ഞാൻ ഫിസിക്കലിയാണ് പറഞ്ഞത്, ആത്മാവിനാൽ നമ്മുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട്. കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഫിസിക്കലി നമ്മുടെ കൂടെ ഒന്ന് നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. റസ്യാന്തരാരബശന്തരേ ധാരലവശന്തര റിക്കോ റബസന്തര. ഹല്ലേലൂയ. റിഖാബാസ്യാന്തര. നമുക്കറിയാം ജീസസ് വാക്ക് വിത്ത് ഹിസ് ഡിസൈപ്പിൾസ്. മത്തായി 14:24
വചനമെടുക്കാൻ സമയമില്ല. ജീസസ് വാക്ക് ടുവേർഡ്സ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിം. നമുക്ക് മത്തായി സുവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെൻ ഹിസ് ഡിസൈപ്പിൾസ് വെർ കോട്ട് ഇൻ എ സ്റ്റോം അറ്റ് സീ, ജീസസ് ഡിസെൻഡഡ് ഫ്രം ദ മൗണ്ടൻ ആൻഡ് വാക്ക്ഡ് അപ്പോൺ ദ ട്രബിൾ വാട്ടേഴ്സ് ടു സേവ് ദം. അല്ലേ? വേണമെങ്കിൽ നമുക്ക് എടുത്ത് വായിക്കാം. മത്തായി 14:25. ഹോളിക്കാട് കൂടാറാസി കോറാസിയാന്തറാറബശം വരെ ഓറിതിബി കോസിയാന്തർ. രാത്രിയിൽ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇതുപോലുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോവാതെ മക്കളെ. ഹല്ലേലൂയ. ധാരാപക്ഷി കോറസ് ധര. എത്രയോ പേരുടെ ടെസ്റ്റിമണീസ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കണം. കർത്താവ് അവരുടെ അടുക്കൽ ഇറങ്ങി വരണം. കർത്താവ് അവരെ സ്വർഗം കാണിക്കുന്നു, സ്വർഗത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. അതുപോലെയൊക്കെയുള്ള ഒരു എൻകൗണ്ടേഴ്സ് കിട്ടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഓറി ബാസ്യാന്തർ. അതിൻ്റെ 28-ാം വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിന് പത്രോസ്, കർത്താവേ, പത്രോസിന് മാത്രമാണ് ആ ധൈര്യം ഉണ്ടായത് കർത്താവിനോട് ചോദിക്കാനായിട്ട്. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു. നമ്മളൊക്കെ അങ്ങനെയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഫെയ്ത്ത് പുറകോട്ട് വലിക്കുന്നത്, കർത്താവിങ്കിൽ നിന്നുള്ള നോട്ടം നമ്മളേക്ക് പിന്നിലോട്ട് വലിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും പല പ്രയാസങ്ങളും എനിമി കൊണ്ടിടുന്നത് ദൈവമക്കളെ. അത് കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യമൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ ശിശുവായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കത്തില്ല. പക്ഷെ നമ്മൾ ഒത്തിരി നാൾ നമ്മൾ വചനം വായിച്ച് ആത്മീയതയിൽ നമ്മളൊരു മെച്യൂരിറ്റി സ്റ്റേജിലോട്ട്, ആരും ഫുള്ളി മെച്യൂർഡ് ആവുന്നില്ല, മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു കാറ്റടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ കാറ്റ് എന്തിനാ അടിച്ചേ, ഇത് ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? പക്ഷേ ഈ ഡിസൈപ്പിൾസ്, അതാണ് ഞാൻ പറയുന്നത്, ഇത്രയും നാളും ഈ ഡിസൈപ്പിൾസ് യേശു കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും ഒരു കാറ്റടിച്ചപ്പോൾ അവർ പേടിച്ചു. ഹല്ലേലൂയ. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. കർത്താവെ, എന്നെ അങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്നെ ആദ്യം എന്താ പറയുക, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം കർത്താവാണെന്ന് പത്രോസിന് മനസ്സിലായിട്ടല്ലേ പറഞ്ഞേ? പിന്നെ എന്തിനാ പേടിച്ച് കാറ്റ് വന്നപ്പോൾ? ഹല്ലേലൂയ. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ, എന്നെ ഉൾപ്പെട്ട് ഞാനാ പറയണേ. എത്ര വചനം കേട്ടാലും, എത്രയൊക്കെ അത്ഭുതങ്ങൾ കണ്ടാലും, എത്ര ടെസ്റ്റിമണീസ് കേട്ടാലും, ഒരു കാറ്റടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് പതറും അല്ലേ? ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയും, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? നമ്മൾ ഒന്നിനെയും സംശയിക്കരുത്. ഞാൻ പലപ്പോഴും ഈ ഇടകളായിട്ട് ഞാൻ ആരുടെയും കുറ്റമല്ല പറയുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ഹേർട്ട് എനി വൺ. സത്യം പറയാമല്ലോ, പല അത്ഭുതങ്ങളും പലരുടെ ജീവിതത്തിൽ കാണുമ്പോൾ അത് ദൈവഹിതമല്ല, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അല്ലാതെ പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെ ആരെക്കുറിച്ച് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള രീതിയിൽ, ഇപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന മാതിരി ഒരു അത്ഭുതം ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിന് മേ ബി പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യണമെന്നില്ല. പരിശുദ്ധാത്മാവാണ് സകലത്തെ സൃഷ്ടിച്ചത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. എത്ര അത്ഭുതങ്ങൾ ഓരോ മീറ്റിങ്സിലും ഓരോ നമ്മൾ മീഡിയ നോക്കിയാൽ കാണാൻ കർത്താവ് ചെയ്യുന്നത്. അതിനൊക്കെ ഇരുന്ന് അങ്ങോട്ട് വിമർശിക്കുക. ഒരു കാര്യം അറിയാണ്ട് നമ്മളൊരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങളെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് ആരാ എന്താന്ന് പഠിക്കാതെ അങ്ങനെയുള്ളവരാണ് ഈ വിമർശിക്കുന്നത്. ഹല്ലേലൂയ. ഡോണ്ട് ടോക്ക് എനിത്തിങ് എഗൻസ്റ്റ് ഹോളി സ്പിരിറ്റ്. എന്താ ഇത് എന്നെക്കൊണ്ട് പറയിപ്പിക്കണേ എനിക്കറിയില്ല. നമ്മുടെ എല്ലാം വാക്കുകൾ, പ്രവൃത്തികൾ വളരെ സൂക്ഷിക്കണം. എന്നെ ഉൾപ്പെട്ടാണ് ഞാൻ പറയുന്നത്, എന്നോടും കൂടിയായി പറയുന്നു. നമ്മൾ ആരെയും വിമർശിക്കാൻ പോകുന്നവരായി തീരരുത്.
പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള രീതിയിൽ, പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള സമയത്ത് പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യും. Who are we to question Holy Spirit? Hallelujah. Brikhalabashantara Riko Rabasantare O Ridibige Regeshiandarabashandare Rikhalabasandare O Ridibiko Shiandara. God is a Prince of Peace. Hallelujah. യേശു കർത്താവ് പ്രിൻസ് ഓഫ് പീസ് ആ ബോട്ടിനകത്തോട്ട് കയറിയപ്പം അവിടെ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയപ്പെട്ടു. ആൻഡ് ദ സ്റ്റോം സീസ്ഡ്. എന്താ പറയുക, ആ കൊടുങ്കാറ്റ് ശാന്തമായി. ലൈക്ക് വൈസ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഒരുപാട് വചനങ്ങൾ എനിക്ക് എടുക്കണമെന്നുണ്ട്, ബട്ട് ഐ എം സ്റ്റോപ്പിംഗ് നൗ. Likewise, Jesus will enter your life bringing peace to every aspect. നിങ്ങളുടെ ഫാമിലിയിലാണോ, നിങ്ങളുടെ ഫൈനാൻസിലാണോ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലാണോ, നിങ്ങളുടെ മിനിസ്ട്രി ലെവലിലാണോ, എവിടെയാണേലും കർത്താവ് ഒരു വലിയ സമാധാനം, കർത്താവ് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോവുക. ഹല്ലേലൂയ. ഓ റീ ബാസ്യാന്തരാലബശന്തരേ റീ കലബശന്തര. ആ ബോട്ടിൽ നിന്ന് യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റേ കട്ടലേ ശാന്തമാക എന്ന് പറഞ്ഞതുപോലെ കർത്താവ് എഴുന്നേക്കാൻ പോവുക. നമ്മൾക്കെതിരെയുള്ള കാറ്റുകളെ, കടലിനെ എല്ലാം കർത്താവ് ശാന്തമാക്കാൻ പോവുക. ഓറി കാലവ 2-3 വർഷങ്ങളിലൂടെ ഞാൻ വായിച്ചോട്ടെ. ഹല്ലേലൂയ. And then I'll close this message. Genesis 3:8. Hallelujah. Then the man and his wife heard the voice of the Lord God walking in the garden in the breeze of the day, and they hid themselves from the presence of the Lord God among the trees of garden. അതിൻ്റെ പശ്ചാത്തലം എന്നാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കർത്താവരോട് കൂടെ നടന്നതാണ്. പക്ഷെ അവർ പാപം ചെയ്തപ്പോൾ അവർ ഹൈഡ് ചെയ്തു. അവരുടെ ഗിൽറ്റി കോൺഷ്യസ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ജെനസിസ് 17:7 നമ്മൾ വായിച്ചാൽ, I will establish my covenant as an everlasting covenant between me and you and your descendants after you, to be your God and the God of your descendants after you. അറിയാമായിരിക്കും അല്ലേ? ഹല്ലേലൂയ. എൻ്റെ മലയാളം കൂടെ വേണമെങ്കിൽ വായിക്കാം. ജെനസിസ് 17:7. ഹല്ലേലൂയ. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഹല്ലേലൂയ. ധാരാബാഷിക്കോ റസ്യാന്തരാരബശന്തരേ ഊറിദിവിക്കോ റസന്തര. Exodus 6:7 പറയുന്നുണ്ട്, I will take you as my own people and I will be your God. Then you will know that I am the Lord your God who brought you out from under the yoke of the Egyptians. അതും നമുക്ക് പശ്ചാത്തലം അറിയാം അല്ലേ? ഹല്ലേലൂയ. ഓറി ബാസ്യാന്തരാലബശന്തര. നമുക്കറിയാം ഹാനോക്ക് മാത്രമാണ് only walk with God. ഹല്ലേലൂയ അല്ലേ? എത്ര വർഷമാണ് നടന്നേ? ഹാനോക്ക് നടന്ന എത്ര വർഷമാണ്? 300 വർഷം കർത്താവിനോടൊപ്പം നടന്നു അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ആയുസ്സിൽ നമ്മൾ എത്ര വർഷം കർത്താവിനോട് കൂടെ നടന്നു? ജസ്റ്റ് ആസ്ക് ourselves. ഹല്ലേലൂയ. റിഖാലബസന്തര. ചിലർ വിചാരിക്കും, ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എന്താ പറയുക, കർത്താവിൻ്റെ ഇങ്ങനെ ഈ ന്യായശാസ്ത്രന്മാർ ചെയ്യണ മാതിരി ആളേലിയ, ആ വചനം അനുസരിച്ചില്ലെങ്കിൽ ഇന്ന കുഴപ്പമുണ്ടാവും, ആ വചനം അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെ പോകും. അങ്ങനെ അനുസരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കും. കർത്താവ് പുതിയ വചനത്തിൽ എടുക്കാൻ സമയമില്ല, വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കുന്നവരാണ്, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് എൻ്റെ മക്കൾ. ഹല്ലേലൂയ. നല്ല ഷോർട്ടായിട്ട് പറഞ്ഞു പോവാം, എല്ലാ വചനം എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പറയണേ എന്താണ്? എൻ്റെ വചനം അനുസരിക്കുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നവർ. ഹല്ലേലൂയ. എത്ര വചനങ്ങളാണ് പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. വിരിബാലാബസന്തര. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഡാഡി, you are the source of life. Life is found only in you. We want to experience life in you. So help us. We pray to obey your commandments today. Help us to walk in your statutes and in the process, hallelujah, walk with you. God, help us to memorize your word and meditate on it and obey it in our lives and in the process. കർത്താവേ, പ്രോസസ്സിൻ്റെ സമയത്ത് ഞങ്ങൾ പിന്മാറി പോകുന്നവരായിട്ടല്ല, വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരായിട്ടല്ല കർത്താവ്.
അധരാധികോരമസന്തരേ റീകലമശന്തര വേദനയിലൂടെ കടക്കുവാൻ pour out your abundant grace upon us, Daddy. Hallelujah. Life, abundant life. Hallelujah. Pour out us your abundant anointment, Daddy. Oh, life to the full. You came to give us abundant life, Daddy. Hallelujah. Oh, Rikalabasandara. We are choosing life today, Daddy. ഇതുവരെ ഞങ്ങളിൽ തെറ്റുകൾ കുറവുകൾ വന്നിട്ടുള്ളതെല്ലാം ഈ പ്രഭാതത്തിൽ നികത്തപ്പെടട്ടെ കർത്താവേ. From this April 1st, let us change our lives, Daddy. Let us walk with you like Anok walked, Daddy. Hallelujah. Oh, Rikalaba Siko Rasya Naralaba Shandare Rikalaba Sandare Rikalaba Shantara. Oh, Rikalaba എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, പെട്ടെന്ന് അതാ എൻ്റെ മനസ്സിൽ വരുന്നത്. ബൈ ഫെയ്ത്ത് ഈനോക്ക് പ്ലീസ്ഡ് ഗോഡ്. ദൈവത്തോടൊപ്പം നടക്കുക മാത്രമല്ല, രണ്ട് കാര്യങ്ങളാണ്. ഈനോക്ക് വാക്ക് വിത്ത് ഗോഡ്. Hebrews 11 says, by faith Enoch pleased God. വിശ്വാസത്തിൽ കാറ്റ്, കോള്, ഫ്ലഡ്, അസുഖങ്ങൾ, സിക്നസ്സസ്, ഡിസീസസ്, നിന്ന, അപമാനം, പെർസിക്യൂഷൻ, അതിൻ്റെ എല്ലാം നടുവിൽ വിശ്വാസത്തിൽ ഈനോക്കിനെ പോലെ നിൽക്കാൻ കഴിയണം. അവിടെ എന്താ എഴുതിയേക്കണേ? ബൈ ഫെയ്ത്ത് ഈനോക്ക് പ്ലീസ് ഗോഡ്. അപ്രകാരം നമ്മൾ നടക്കാൻ തയ്യാറാണെങ്കിൽ we are going to be blessed this month. Hallelujah. ഈ മന്തിലെ ബ്ലെസ്സിങ് ഇതാണ് ദൈവമക്കളെ. I will walk among you and be your God and you will be my people. Are you happy with this blessing? May God bless everyone with this wonderful message and wonderful promise. Claim this promise and walk boldly and start this day. Hallelujah. You are going to be blessed this month. Hallelujah. And commend me, hallelujah, when you get a blessing. Hallelujah. ഓറി കാലബശന്തര. കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. ഹല്ലേലൂയ. ഈ വരുന്ന മാസവും കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ മൈ ഗോഡ്. ഐ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഹല്ലേലൂയ. ഫുൾ ഫെയ്ത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഞങ്ങളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ഓ റീബാറാബസന്തര. കർത്താവിനറിയാം ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ ഹോപ്പ്, ഞങ്ങളുടെ എല്ലാം കർത്താവാണ്. ഹല്ലേലൂയ. There is no one else in this world to hallelujah to depend. ആശ്രയിപ്പാൻ ആരുമില്ലെന്ന് എൻ്റെ കർത്താവിന് ഞങ്ങൾക്കറിയാം. കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഈ മെസ്സേജ് കേട്ട് ഓരോരുത്തരെയും മറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സകല പ്രാർത്ഥനയെ ആചരിച്ചിരിക്കാൻ സ്തോത്രം. സാരവും ഞാൻ പിടിച്ചു വെച്ച് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധനാം തന്നെ. ആമേൻ ആമേൻ. So we'll see you tomorrow with another blessing message. May God bless you all. Bye bye.